ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണ്ട് ഇതിന് ഭരത് അവാർഡ് എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയൊന്നും പറയാറില്ല. ദേശീയ അവാർഡ് എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും ദേശീയ അവാർഡ് ഇപ്പം വളരെ എന്താ പറയുക, അത് അവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അതിൻ്റെ വില പോയി, എത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അത് ഈ എന്താ പറയുക, ഷാറൂഖ് ഖാനും മറ്റും ആണ് അവാർഡ് കിട്ടുന്നത്. ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല. അദ്ദേഹത്തിന് കൊടുത്ത സിനിമ എന്ന് പറയുന്നത് ഒരു തട്ടുപൊളിപ്പൻ സിനിമയ്ക്കായി അവാർഡ് കൊടുത്തത്, മികച്ച പ്രകടനത്തിനൊന്നും അല്ല. അപ്പോൾ അതുപോലെ ഈ അവാർഡ് അർഹിച്ചിരുന്ന മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി, പൃഥ്വിരാജൊക്കെ പോലെയുള്ള, പൃഥ്വിരാജിൻ്റെ ആട് ജീവിതത്തിലേക്ക് ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പൃഥ്വിരാജിനൊക്കെ ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ പൃഥ്വിരാജിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ട് സഞ്ചരിക്കുന്ന ഒരു എമ്പുരാൻ വിവാദമൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഉള്ളത് കൊണ്ട് പൃഥ്വിരാജിന് തഴഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. മമ്മൂട്ടിയുടെ ഒരു മത ഇത് വെച്ചിട്ടാണ് മമ്മൂട്ടിക്കും കിട്ടാത്തത് എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിന് ചില എക്സാമ്പിൾസ് ഇപ്പം വിജയരാഘവൻ പോലെയുള്ള ആൾക്കാർക്കും ഒക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സഹനടൻ ഉർവശി പോലുള്ളവർക്കൊക്കെ. എന്തായാലും ഇതിനകത്ത് വിവാദമായ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറിക്കാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരു പറയുന്ന വാദം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊപ്പഗാൻഡ സിനിമയ്ക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം കേരളത്തിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ അവർ ഇട്ടത്. അപ്പോൾ ഇതിനൊക്കെ അവാർഡിനെ പോലും അത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് സാർ കാണുന്നത്? രാഷ്ട്രീയമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. ഏത് കാര്യം എടുത്താലും അതിൽ രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ മനുഷ്യരുടെ മനസ്സെന്ന് പറയുന്നത് രാഷ്ട്രീയത്താൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. എന്തിലും നമ്മൾ രാഷ്ട്രീയം കാണും. അപ്പോൾ സിനിമയുടെ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്തും അതിലുള്ള രാഷ്ട്രീയം ഏതാണ്ട് എല്ലാ വർഷവും വിവാദപരമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വിവാദം വരുന്നതിൻ്റെ പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നതും രാഷ്ട്രീയം തന്നെ. ഈ പുരസ്കാരങ്ങളൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൊടുക്കപ്പെടുന്നത് ഇത് കൊടുക്കുന്ന സംവിധാനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ്. കൊടുക്കുന്ന സംവിധാനത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന സർക്കാരിൻ്റെ താല്പര്യം അതിൻ്റെ അകത്തുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന ജൂറിയാണ് ഇത് നിശ്ചയിക്കുന്നത്. സർക്കാർ ജൂറി നിശ്ചയിക്കുമ്പോൾ സർക്കാരിന് ഇഷ്ടമുള്ളവരാണ് ജൂറിയായിട്ട് നിശ്ചയിക്കുന്നത്. അവർ തീരുമാനിക്കുന്നത് സർക്കാരിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് കണ്ടെത്തി അതിനെ സഹായിക്കുന്ന തരത്തിലായി. അപ്പോൾ ദേശീയ പുരസ്കാരം നൽകപ്പെടുന്ന സമയത്ത് ദേശീയ ജൂറിയാണ് ഇത് തീരുമാനിക്കുന്നത്. അത് മിക്കവാറും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു ജൂറിയാണ്. അപ്പോൾ അവർക്ക് അതിനകത്തുള്ള ഒരു പൊളിറ്റിക്കൽ താല്പര്യമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിന് കാരണമായി തീർന്നത് എന്നതാണ് ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള വിവാദം. അതുപോലെ ഷാരൂഖ് ഖാനെ അവാർഡ് കൊടുത്തതിലും വിവാദം ഉയർന്നു നിൽക്കുന്നത് എന്തിന് ഷാരൂഖ് ഖാനെ അവാർഡ് കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് എന്നും എല്ലാ കാലത്തും പലതരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. ഇവിടെ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം അത് BJPയുടെ ഒരു രാഷ്ട്രീയത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിർവഹിക്കപ്പെട്ട ഒരു പ്രക്രിയ എന്ന പ്രചരണമാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതാണ് കാരണം നമുക്കറിയാം, ഈ സിനിമ വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അല്ലേ? കേരളത്തിൽ നിന്ന് ഏതാണ്ട് 32,000 സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോവുകയും മതം മാറ്റുകയും അവരെയൊക്കെ തന്നെ ജിഹാദികളാക്കി തീർക്കുകയൊക്കെ ചെയ്തു എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള വളരെ വർഗീയത പുറത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ആ സിനിമ എന്നുള്ളതാണ്. പക്ഷെ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദനും അതുപോലെ ഉമ്മൻചാണ്ടിയൊക്കെ ഇക്കാര്യത്തിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇവിടെ നിന്ന് പോയ ആളുകൾ എന്ന് പറയുന്നത്, കാണാതായ ആളുകൾ എന്ന് പറയുന്നത് 8 പേര് എന്നൊക്കെയാണ് ഒരു സംഖ്യ പറഞ്ഞിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ കേരളം മുഴുവനും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിത്രീകരിക്കുന്ന ഒരു സിനിമ കേരളത്തിന് ഒരിക്കൽ പോലും സ്വീകരിക്കാനായിട്ട് കഴിയില്ല. ആ സിനിമയ്ക്ക് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ താറടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ വിവാദം ഉയരുന്ന സമയത്ത് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നതായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന എല്ലാവരും തന്നെ പറയുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കി. ഇല്ല, ആ സിനിമയിൽ ഈ VS അച്യുതാനന്ദൻ പറഞ്ഞൊരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന VS അച്യുതാനന്ദൻ ഇതിനെ അനുകൂലിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിനെ പ്രതികൂലിച്ചല്ല പറയുന്നത്. VS അച്യുതാനന്ദൻ പറഞ്ഞത് CPM മറ്റ് നേതാക്കൾ അവരും പറയാത്ത കാര്യമാണ്. അതായത് ഈ പറയുന്ന പോലെ ഇവിടുന്ന് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നും, ലവ് ജിഹാദ് എന്ന് പേരെടുത്ത് പറഞ്ഞില്ല, അത്തരത്തിൽ പ്രണയം നടിച്ച് മതം മാറ്റി ഇവിടെ നിന്ന് അല്ല, അതെനിക്ക് തോന്നുന്നത് അത് ശരിയായ ക്ലിപ്പിംഗ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വളരെ വിവാദമായെന്നല്ല, കേരളത്തിൽ നടന്ന ഏറ്റവും നിഷ്ഠൂരവും തീവ്രമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു പ്രൊഫസർ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിയെടുത്ത്. കൈപ്പത്തി അവർ എന്താണ് ചെയ്യുന്നത്,
ഈ കോടാലിക്ക് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതിനവർ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ നബി നിന്ദയാണ്. നബിയെ നിന്ദിച്ചവനാണ് ഇവൻ. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട സമയത്ത് നബിയുടെ പേര് മുഹമ്മദിൻ്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ മുഹമ്മദിനെ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്നു. നബി നിന്ന, മതം നിന്ന, അതിൻ്റെ പേരിലാണ് നീ ഈ കൈ കൊണ്ട് എഴുതണ്ട എന്ന് പറഞ്ഞാൽ വെട്ടിയെടുക്കുകയാണ്. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളായിരുന്നു. പിന്നീട് പിടികൂടി അവരൊക്കെ ജയിലിലടക്കുക. ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ VS അച്യുതാനന്ദൻ ഡൽഹിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ. 2040 ആകുമ്പോഴേക്കും കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരാണ് ഇവർ. അവരതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകളല്ലാത്തതായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുക, പ്രണയിക്കുക, അങ്ങനെയൊക്കെ മുസ്ലിങ്ങളാക്കി മാറ്റി അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക. ഇത് ഈ 2040 കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാകും എന്ന വാദം അച്യുതാനന്ദൻ പറഞ്ഞതല്ല. പക്ഷെ പിന്നീട് ആ പ്രസംഗത്തിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അച്യുതാനന്ദൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ആ പ്രചരിപ്പിച്ച ക്ലിപ്പിംഗ് തന്നെയാണ് സിനിമയിലും യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ സിനിമ എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കലാസൃഷ്ടിയല്ല. ബോധപൂർവം വർഗീയത വളർത്തുന്നതിനും അതേപോലെ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിനിമ എന്ന നിലക്കാണ് സിനിമ കാണുന്നത്. അതൊരു പ്രചരണ സിനിമയാണ്, ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ്. പ്രൊപ്പഗാൻഡ സിനിമകൾക്ക് സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറില്ല, അവാർഡുകൾ കൊടുക്കാറില്ല. കാരണം ആ പ്രൊപ്പഗാൻഡയെ അംഗീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൊപ്പഗാൻഡയെ അംഗീകരിച്ച് ഓരോ പാർട്ടിയും ഓരോ പ്രൊപ്പഗാൻഡ സിനിമയുണ്ടാക്കി എന്നിട്ട് ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊപ്പഗാൻഡ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാനായിട്ട്. അത് നല്ല പ്രവണതയല്ല, വളരെ ചീത്തയായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരള സ്റ്റോറിക്ക് ഇപ്പോൾ അവാർഡ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ നിശ്ചിതമായിട്ടുള്ള വിമർശനം അതിനെതിരെ ഉയർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കി. ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ ആളുകൾ മറന്നു പോകും. കാരണം ഇത് 2-3 ദിവസത്തേക്കുള്ള വാർത്തയും ചർച്ചയും മാത്രമാണ്. അതിനുശേഷം ആരതോർക്കാൻ അതിനൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ഒരുപാട് ആളുകൾ അതിൻ്റെ പിൻഗാമികളായി മാറും എന്നും കണക്കാക്കുന്നതിന് അർത്ഥമില്ല. കാരണം പ്രൊപ്പഗാൻഡകളെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ശേഷി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം ചിലപ്പോൾ തിരിച്ചറിയില്ലായിരിക്കും, പക്ഷേ പിന്നീട് മനസ്സിലാക്കും ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളത്. ഇനി നോക്ക്, ഈ ദേശീയ പുരസ്കാര പ്രഖ്യാപനങ്ങൾ എപ്പോഴും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് കാരണം? നമുക്ക് അതിൽ ഒരു പങ്കുണ്ട്. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സർഗാത്മകമായിട്ടുള്ള സംവിധാനങ്ങൾ ഏത് സമയത്തും വലിയ സംഭാവന നടത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം. അല്ലെങ്കിൽ കേരളത്തിന് അങ്ങനെ ഒരു ഇടം അതിനകത്തുണ്ട്. ഇത്തവണയും നമുക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ്, സഹനടനുള്ള അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിജയരാഘവനും അതേപോലെ തന്നെ ഉർവശി അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഉർവശിയുടെ അഭിനയം എന്ന് പറയുന്നത് അതുല്യമാണ് എന്നാണ് ജൂറി വിലയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല, അതുകൊണ്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് വിവാദമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉള്ളുരുക്കത്തെ എന്നുവെച്ചാൽ സ്ത്രീകളുടെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അതേപോലെ തന്നെ മാനസിക സംഘർഷത്തിൻ്റെയും ഭാവതരളിതമായിട്ടുള്ള അവസ്ഥകളെ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ കഴിയുകയും പ്രേക്ഷകനെ കരച്ചിലിൻ്റെ വക്കോളെ അല്ലെങ്കിൽ കരച്ചിലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കഥാപാത്രത്തെയാണ് ലീലമ്മ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അവിടെ അതിനകത്ത് ഉർവശി അവതരിപ്പിച്ചത്. അത് എന്നും എക്കാലത്തും എനിക്ക് തോന്നുന്നത് പ്രേക്ഷകൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, പ്രേക്ഷകൻ്റെ ഉള്ളിനെ ഉരുക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആർദ്ര സ്വഭാവം പുലർത്തുന്ന ഒരു സംവിധാനം. അതിൻ്റെ ഭാവാത്മകതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നൊരു വലിയ കാര്യമാണ്. വിജയരാഘവനും അതേപോലെ അവാർഡ് കിട്ടുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ഏറ്റവും മികച്ച മലയാള സിനിമ എന്ന് പറയുന്ന അവാർഡ് ഈ ഉർവശി അഭിനയിച്ച അതിനാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ആ സിനിമ കാണാൻ ലഭിച്ചത്. ഇതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിവാദങ്ങളെ വിവാദങ്ങളായി കാണുക, മറ്റ് യാഥാർത്ഥ്യങ്ങളെ അതേപോലെ തന്നെ തിരിച്ചറിയാനും കഴിയുക. ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ചെയ്യാനുള്ളൊരു കാര്യം.